പാലക്കാട് വൻ ലഹരി വേട്ട. ഓണം അടുപ്പിച്ച് കോടിക്കണക്കിന് രൂപ മുടക്കി കേരളത്തിലേക്ക് കൊണ്ടുവന്ന ലഹരി പദാർത്ഥങ്ങൾ പാലക്കാട് നോർത്ത് പോലീസും ഡാൻസാപ്പും കൂടെ ചേർന്ന് വളരെയധികം പ്രയത്നത്തിന് ശേഷം അത് കാറിൽ നിന്ന് കണ്ടെടുത്തു. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നിഷി എന്ന 26-കാരൻ, മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അസുദ്ദീൻ, അയാൾക്ക് 30 വയസ്സുണ്ട്. ദക്ഷിണ കന്നഡ സ്വദേശിനിയായ ഒരു ലേഡി ബി ഫാത്തിമ, 27 വയസ്സ്. ഈ വിവരം പാലക്കാട് നോർത്ത് പോലീസിനും അവിടുത്തെ ഡാൻസ് ആപ്പിനും ലഭിച്ചു. കാരണം ഓണക്കോളിന് അവർ വന്ന സാധനങ്ങൾ, ലഹരികളെ ക്വാണ്ടിറ്റി, വെറൈറ്റി നോക്കുമ്പോൾ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിലേക്ക് ഈ സാധനം വലിയ പാടുപെട്ട് പണം ഉണ്ടാക്കിയിട്ടായിരിക്കാം ഈ ലഹരി കടത്ത് സംഘം ബാംഗ്ലൂരിൽ സംഘടിപ്പിച്ച് കൊണ്ടുവന്നത്. പക്ഷെ അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ വെറൈറ്റി നോക്കിക്കഴിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തും. 1 കിലോ MDMA, കൊക്കൈന് ആവശ്യക്കാർക്ക് കൊക്കൈൻ ഉണ്ട്, ബ്രൗൺ ഷുഗർ അതും ഉണ്ട്, LSD സ്റ്റാമ്പ് ആവശ്യക്കാർക്ക് അതുമുണ്ട്, ഹൈബ്രിഡ് കഞ്ചാവ്, മിക്കവാറും എല്ലാ ലഹരി സാധനങ്ങളും ഓണത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ് പാവങ്ങൾ. പക്ഷെ പിടിക്കപ്പെട്ട് 4-5 മണിക്കൂറുകളോ ആ കാറിനകവും പുറവും ഒക്കെ പരിശോധിച്ചിട്ട് കണ്ടെടുക്കാൻ പറ്റിയില്ല. പക്ഷെ കറക്റ്റായ സോഴ്സ് ആണ് അതിനുള്ളിൽ ഉണ്ട്. സാധനം ഓണത്തിന് പൊട്ടിരുന്നതാണ്, കോടിക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കളാണ്. പക്ഷേ നമ്മുടെ കൈക്കകത്ത് ഒരുക്കാനുള്ള സാധനങ്ങളുടെ ആവശ്യം, പക്ഷെ ഭയങ്കര വിലയും. എന്തായാലും കഞ്ചാവ് മാത്രം, ഹൈബ്രിഡ് കഞ്ചാവ് ചിലപ്പം അത് പോലീസ് സെർച്ച് ചെയ്ത് എവിടെന്നെങ്കിലും ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് അത് വലിയ പുതിയ ആയതുകൊണ്ട് അത് ചിലപ്പം ഈസി ആയിട്ട് എടുത്തു വേണം. പക്ഷെ ബാക്കി ഒരു സാധനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും പോലീസ് തപ്പി മടുത്ത് 3-4 മണിക്കൂർ. അതിനുശേഷം ആ ഡാൻസാവിലുള്ള ഒരു എക്സ്പേർട്ട് പോലീസ് ഉദ്യോഗസ്ഥന് പെട്രോൾ ടാങ്കിൻ്റെ അത് അഴിക്കാനും ഒക്കെ നോക്കി. അതിൻ്റെ ഒരു വശത്ത് ഈ സാധനങ്ങളെല്ലാം, MDMA ഉൾപ്പെടെ സാധനങ്ങളെല്ലാം ചെറിയ പൊതിയാക്കി സൂക്ഷിച്ചു വെച്ചിരുന്നു. കണ്ടെടുത്താൽ 3-4 മണിക്കൂർ പിടിച്ച്. അതായത് പോലീസിനെയും പാലക്കാട് നോർത്ത് പോലീസിൻ്റെ ഡാൻസ് ആപ്പിന് അഭിനന്ദിക്കുന്ന ആ സോഴ്സ് കറക്റ്റാണ്. അവർ അത് വെള്ളം കുടിച്ച് നിൽക്കുകയായിരുന്നു. കാഞ്ഞിരപ്പള്ളിക്കാരനായിരുന്നു വാഹനം ഓടിച്ചത്, ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്, പാലക്കാട് വഴിയാണ്. വരുന്ന വഴിക്കൊക്കെ ഇത് കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഓണത്തിന് നല്ലൊരു സാധനം, നല്ല സാധനങ്ങൾ കേരളത്തിൽ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയധികം സമ്പാദ്യം ഉണ്ടാവും, നല്ല പണം ഉണ്ടാക്കും. അതിലെഴുതി നല്ലൊരു പടക്കമുതൽ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ലഹരി പിടിച്ചെടുത്ത ആ ഡാൻസാബിനെ പാലക്കാട് നോർത്തിനെ അഭിനന്ദിക്കുന്നു. കാരണം ഇത് നമ്മുടെ കുട്ടികളെ മുഴുവൻ വഴിയാധാരമാക്കുന്ന സാധനങ്ങളാണ് വന്നത്. ഇതുപോലൊരു 10 പിടുത്തം പിടിച്ചാൽ കേരള പോലീസിന് അഭിനയിക്കാൻ നമ്മളൊക്കെ ഉണ്ടാവും. കാരണം അത് അത്തരം സാധനം മാർക്കറ്റിൽ വരിക, പ്രത്യേകിച്ച് ഈ ഓണ സമയത്ത് തീർച്ചയായിട്ടും എല്ലാവരും മദ്യവെച്ച് കൂത്താടുന്ന ഒരു സമയം തന്നെയാണ്. അതിന് ഏറ്റവും അടിയന്തിരമായ സാധനമാണ് ലഹരി. അതുകൊണ്ട് DJ പാർട്ടികളൊക്കെ ഓണത്തിന് അങ്ങ് തുടങ്ങിക്കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ നമ്മൾ നിർത്തേണ്ട കാലഘട്ടമാണ്. കാരണം സമൂഹത്തെ നശിപ്പിക്കുന്നതാണ് DJ പാർട്ടിയും ഈ ലഹരി വസ്തുക്കളും എല്ലാം. ഏതായാലും ആഭ്യന്തരമന്ത്രി തുടങ്ങി വെച്ചു തുഫാൻ്റെ. അത് നമ്മൾ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ലഹരി വസ്തുക്കൾ നമ്മൾ കണ്ടു. ഏതാണ്ട് 68 കിലോ എങ്ങാണ്ട് MDMA വന്നു എന്നൊരു സംശയം എനിക്കുള്ളത്. എന്തുമാത്രം കേരളം മുഴുവൻ നശിപ്പിക്കാനുള്ള സാധനം മതി. ഏതായാലും ആഭ്യന്തര വകുപ്പ് മന്ത്രി തുഫാൻ തൊടുത്തുവിട്ടത് നല്ല അസ്ത്രം തന്നെയാണ്. അത് പാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്, നല്ല കാര്യവും. അത് തന്നെയല്ലേ നമ്മളെയൊക്കെ ഇതിൽ നിന്നൊക്കെ എപ്പോഴും മാറി ചിന്തിക്കുന്നത്. ഈ 13 വയസ്സുകാരിയെ പോലെയുള്ള ക്രിമിനലായി വളർന്നു വന്ന നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് വളരെയധികം സങ്കടം വരും. ഇതൊക്കെ ചെന്ന് ചേരുന്നത് ഇതുപോലെയുള്ള കുട്ടികളുടെ കയ്യിലാണ്. അവരെ കൺട്രോൾ ചെയ്യാനോ, അവർക്ക് നിലത്തി നിർത്താനോ, അവരെ അഡ്വൈസ് ചെയ്യാനോ, അവരെ ആ ഒരു പ്രവൃത്തി തടയാനോ ആരും, അവരുടെ പേരൻസില്ല, അവരുടെ ബന്ധുക്കളില്ല. അങ്ങനെയുള്ള അവസ്ഥയിലുള്ള കുട്ടികളാണ് ഇതുപോലെ ചെന്ന് ചാടുകയും ഇതുപോലുള്ള കേസിനകത്തും മർഡർ കേസിനകത്ത് ചെന്നപ്പെടുന്നത്. എന്തായാലും പാലക്കാട്ടെ ഈ വൻ ലഹരി വേട്ട തീർച്ചയായിട്ടും അത് കേരളത്തിലെ ഓണത്തിന് അത് ലഹരി ഉപയോഗിക്കുന്നവർക്ക് എതിരായ ശക്തമായൊരു നീക്കം തന്നെയായിട്ട് പറയാനൊക്കുള്ളൂ.